ഹായ് മച്ചാമരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പരസ്യം കാണുകയുണ്ടായി. അതായത് ഒരു 4000 രൂപ പ്രൈസ് റേഞ്ചിൽ നല്ല അടിപൊളി ഫോൺ. എല്ലാവരും പോലെ തന്നെ ഞാനും സൈറ്റ് ഓപ്പൺ ആക്കി നോക്കി. സൈറ്റ് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ പുതിയ പേരിലുള്ള ഒരു ഫോണാണ്. അപ്പം പുതിയ ഫോണായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4000 രൂപക്ക് കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ഫീച്ചേഴ്സായിരുന്നു അതിലുണ്ടായിരുന്നത്. ശരിക്കും നമുക്ക് ഒരു 15,000 രൂപ ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഫോൺസിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫീച്ചേഴ്സൊക്കെ ആയിരുന്നു ആ ഒരു ഫോണിലുണ്ടായത്. ആ സൈറ്റിനെ കുറിച്ച് കൂടുതൽ ചെക്ക് ചെയ്തപ്പം ഒരു കാര്യം പിടികിട്ടി. നമ്മളെല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ ഷവോമിയുടെയും റിയൽമിയുടെയും സാംസങ്ങിൻ്റെ ഒക്കെ ഫോണുകളുടെ പിക്ചേഴ്സും അതിൻ്റെ ഫീച്ചേഴ്സും അതേപടി കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു വെബ്സൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പേരിലും വിലയിലും മാത്രമാണ് ഇവർ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാടായിട്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പരസ്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് ഫോണുകളൊന്നും വാങ്ങിക്കരുത്. ഈ വെബ്സൈറ്റ് ഏതാണെന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക, നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ വെബ്സൈറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് mynotechphone.online എന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഇംപ്രഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇനി നമുക്ക് താഴത്തോട്ട് വന്നിട്ട് ഫോൺസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു സൈറ്റിലത്തെ എല്ലാ ഫോണുകളും ഒറ്റ ബ്രാൻഡിലാണ്, അതായത് ടിപ്പാഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലാണ് ഈ ഫോണുകളൊക്കെ ഇവരിതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിലെ ഒരു ഫോണൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ടിപ്പാഡ് X2 Pro എന്ന് പറഞ്ഞൊരു ഫോൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത് 6000 രൂപയാണ്. അതേപോലെ തന്നെ ഇവരുടെ ഓഫർ പ്രൈസായിട്ട് കൊടുത്തിരിക്കുന്നത് 4300 രൂപ. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഈ ഓഫർ ടൈം എൻഡ് ചെയ്യുന്നതിൻ്റെ ടൈമറൊക്കെ ഓടിക്കൊണ്ടിരിക്കുക നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയാലും ഈ ടൈമർ ഇവിടെ തന്നെ ഉണ്ടാവും. അതായത് ഈ ഓഫർ അവസാനിക്കുന്നില്ല എന്നർത്ഥം. ഇനി നമുക്ക് ഈ ഫോണൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫോണിൻ്റെ പിക്ചർ തന്നെ എടുക്കാം. അപ്പം പിക്ചറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇനി ഇത് ശരിക്കും ഏത് ഫോണാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ഇവർ കൊടുത്തിരിക്കുന്നത് ടിപ്പാഡ് X2 Pro എന്നാണ്. ഇത് നമ്മുടെ റിയൽമിയുടെ XT ആണ്. ഇത് കണ്ടോ, ഇതാണ് ശരിക്കും ഈ ഫോൺ. അതായത് ഇവിടെ നിന്നും ഈ റിയൽമി എന്നുള്ള ബ്രാൻഡിങ് ഒഴിവാക്കിക്കൊണ്ടാണ് ഇവർ ഈ ഫോട്ടോസൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇത് റിയൽമി XT മോഡലാണ്. അതേപോലെ തന്നെയാണ് ഈ സൈറ്റിൽ ഇട്ടിരിക്കുന്ന ഒട്ടുമിക്ക ഫോണുകളും. ഇതെല്ലാം തന്നെ മറ്റുള്ള ബ്രാൻഡുകളുടെ ഫോണുകളാണ്. അവരുടെ ബ്രാൻഡിങ് അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് അവർ ഈ ഒരു വെബ്സൈറ്റിലേക്ക് അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഫോണും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ നമ്മുടെ റിയൽമി XT ഇവർ പേര് മാറ്റിയിട്ട് ടിപ്പാഡ് XT നോച്ച് സ്മാർട്ട് ഫോൺ എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് കറക്റ്റ് നമ്മുടെ റിയൽമി XTൻ്റെ തന്നെ സെയിം ഇവർ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിൽ ഇവർ ആ റിയൽമി എന്നുള്ളത് മാത്രമേ ഇവിടെ എടുത്ത് മാറ്റിയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് ഇവർ കോപ്പി പേസ്റ്റ് അടിച്ചേക്കണേ. സംഭവം പറ്റിക്കാനാണെങ്കിലും കുറച്ചും കൂടിയൊക്കെ അവർക്ക് ഡീസൻ്റ് ആയിട്ട് ചെയ്യാമായിരുന്നു. പിന്നെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഒന്നിൽ ഇവർ മാറ്റം വരുത്തിയിട്ടില്ല. പേരിലും വിലയിലും മാത്രമാണ് ഇവർ ഇതിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ ഈ ഫോൺ തന്നെ ഒന്ന് വാങ്ങിച്ചു നോക്കാം. ഇവർ ക്യാഷ് ഓൺ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടെന്നാണ് കേട്ടോ പറയണേ. എന്തായാലും നമുക്ക് റിയൽമി XT തന്നെ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം. ബൈ നൗ കൊടുക്കാം. ഇവർ ക്യാഷ് ഓൺ ഡെലിവറി തരുമോ ഇല്ലയോ നോക്കണമല്ലോ. ജസ്റ്റ് റാൻഡം ആയിട്ടൊരു നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു പിൻ കോഡ് കൂടി കൊടുക്കാം. ഓക്കെ, നമുക്കിനി കണ്ടിന്യൂ പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പോൾ വീണ്ടും ട്വിസ്റ്റ്. ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് കൊറോണ വൈറസ് കാരണം ഇവരിപ്പം ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ അടുത്ത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ കൊറോണ വൈറസ് കാരണമൊന്നല്ല. ഇവരിത് ഈ സൈറ്റ് എപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കാണാൻ പോകുന്നുള്ളൂ. കാരണം ഇവർ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും ഇതിൽ തരാൻ പോകുന്നില്ല.
ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ സൈറ്റിൻ്റെ എബൌട്ട് സെക്ഷൻ ഒന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് ഇവരുടെ ഈ ഒരു സൈറ്റിൻ്റെ എബൌട്ട് സെക്ഷൻ. വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കോമഡി ആയിട്ട് തോന്നും. അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഓൺലൈൻ സൈറ്റിൻ്റെ എബൌട്ട് സെക്ഷനാണിത്. ഇനി നമുക്ക് ഇവരുടെ കോണ്ടാക്ട് സെക്ഷൻ എടുത്തു നോക്കാം. നമ്മൾ കോണ്ടാക്ട് സെക്ഷൻ എടുത്തു. ഇതാണ് കോണ്ടാക്ട്. ആകെ കൂടി കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ ഒരു ഫോം ഇവർ കൊടുത്തിട്ടുണ്ട് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ. പിന്നെ ഇവരുടെ ഈ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഈ അഡ്രസ്സ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. സംഭവം ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. വിൻഡോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഗൂഗിൾ മാപ്പിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും മാർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എന്തെങ്കിലും അയച്ചു കഴിഞ്ഞാൽ തിരിച്ച് റിപ്ലൈ വരുമോയെന്നും നോ ഐഡിയ. പിന്നെ ഉള്ളത് ഇവരുടെ ഈ വെബ്സൈറ്റിൻ്റെ തന്നെ URL ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഒരു കോണ്ടാക്ട് സെക്ഷൻ. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഈ സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി, ഇത് എത്ര കാലത്തേക്കാണ് ഈ ഡൊമൈനും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ്. നമുക്ക് അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സൈറ്റിൻ്റെ ഡൊമൈനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ go.eats എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ട സൈറ്റിൻ്റെ URL ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്കിത് അവിടെ ഡൊമൈൻ നെയിംസ് എന്നുള്ളിടത്ത് പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ കൊടുത്ത ആ ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു സൈറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 4/19/2020 അതായത് ഈ വർഷം 4-ാം മാസമാണ് ഈ ഒരു സൈറ്റ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് തികച്ചും പുതിയൊരു സൈറ്റാണ്. പിന്നെ ഇതിൻ്റെ എക്സ്പയറി കൊടുത്തിരിക്കുന്നത് 2021/4/19 അതായത് ഒരു വർഷത്തെ ഡൊമൈൻ നെയിമാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സീരിയസ് ആയിട്ടൊക്കെ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു വർഷത്തേക്കായിട്ടൊന്നും അവരുടെ ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. ഇത് തികച്ചും ഒരു വർഷത്തേക്ക് ഒരു ടെമ്പററി ആയിട്ട് വാങ്ങിച്ച ഡൊമൈൻ നെയിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പം ഇത് എപ്പോൾ വേണേലും പൂട്ടി പോവാം. അടുത്തൊരു ഡൊമൈൻ നെയിമായിട്ട് ഈ സൈറ്റ് വീണ്ടും പ്രത്യക്ഷപ്പെടാം. ഇനി ഈ സൈറ്റിനെ കുറിച്ച് നമുക്ക് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. mynotechphone എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ വീഡിയോസൊക്കെ ഇവിടെ താഴെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് എന്തായാലും ഇവിടുത്തെ കൺസ്യൂമർ കംപ്ലൈൻറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ജസ്റ്റ് താഴത്തേക്ക് വരാം. അപ്പം ഒരു കസ്റ്റമറുടെ റിവ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കാരൻ ഇതിൽ നിന്നും ടിപ്പാഡ് A1 ടാബ് പർച്ചേസ് ചെയ്തിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടോ അതേപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് ട്രാക്ക് ചെയ്യാനോ ഇപ്പോൾ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പറയുന്ന ഈ ഒരു കമ്പനി ഫ്രോഡാണെന്നാണ്. അപ്പം അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഇതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടണമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല. അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളാരും ഇതുപോലുള്ള വെബ്സൈറ്റുകളിൽ നിന്നൊന്നും സാധനങ്ങൾ ഓർഡർ ചെയ്യാതിരിക്കുക. ഇങ്ങനെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ തരുന്നു പറയുമ്പോൾ തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ശരിക്കും കൂടുതൽ സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അറിയാവുന്ന ആരുടെയെങ്കിലൊക്കെ ചോദിച്ചു നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇനി കണ്ടുമുട്ടാം.